എല്ലാ ശ്രോതാക്കൾക്കും ഇന്ന് സമൂഹത്തിൽ അടിക്കടി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മദ്യപാനം, മയക്കുമരുന്ന് തുടങ്ങിയ സാമൂഹിക വിപത്തിനെതിരെ ഒരു ആത്മീയ ബോധവൽക്കരണ സന്ദേശ യാത്രയാണ് ഞങ്ങളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച് ഇത്തരത്തിലുള്ള ബോധവൽക്കരണ സന്ദേശം ഞങ്ങൾ നടത്തി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാരണം മുൻകാലങ്ങളെ അപേക്ഷിച്ച് മദ്യപാനത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം ഇന്ന് സമൂഹത്തിൽ ഒട്ടും കുറയാതെ തന്നെ അടിക്കടി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയോ കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു. കുടുംബ ബന്ധങ്ങൾ തകരുക മാത്രമല്ല, സമൂഹത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും മദ്യപാനം എന്ന വിപത്ത്, മയക്കുമരുന്നിന്റെ ഉപയോഗം മനുഷ്യനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നു എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ സ്വാർത്ഥതായിത്തീരുന്നു. സ്വന്തം കുടുംബത്തിൽ പോലും പ്രശ്നങ്ങളുണ്ടാക്കി, കലഹങ്ങളുണ്ടാക്കി, തമ്മിലടിച്ച് കൊലപാതകം വരെ എത്തി നിൽക്കുന്ന എത്രയോ വിപത്തിലേക്കാണ് ഇത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വിവാഹമോചനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ ഇന്ന് തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് ബന്ധങ്ങൾക്ക് വില കൽപ്പിച്ചിരുന്ന നമ്മുടെ നാട്ടിൽ ഇന്ന് അതൊരു പഴങ്കഥയായി തീർന്നുകൊണ്ടിരിക്കുന്നു. അത്രമാത്രം മനുഷ്യനെ ചൂഷണം ചെയ്തുകൊണ്ട്, മനുഷ്യനെ നശിപ്പിച്ചുകൊണ്ട് മദ്യപാനം എന്ന വിപത്ത് താണ്ഡവമാടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രസത്തിന് വേണ്ടി കൂട്ടുകാരുമായി ഒന്ന് കമ്പനി കൂടുവാൻ വേണ്ടി തുടങ്ങിയ ചെറിയൊരു കാര്യം ഒരിക്കലും നിർത്തുവാൻ കഴിയാത്തതുപോലെ, നിയന്ത്രിക്കുവാൻ കഴിയാത്തതുപോലെ വ്യക്തിപരമായ ജീവിതത്തിലെയും കുടുംബത്തെയും സമൂഹത്തെയും നശിപ്പിച്ചുകൊണ്ട് അനവധി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ചങ്കെന്ന് വിളിക്കുന്ന കൂട്ടുകാർ പോലും മദ്യപാനം കഴിയുമ്പോൾ തമ്മിലടിച്ച് കൊലപാതകത്തിൽ കലാശിക്കുന്ന സംഭവങ്ങൾ നമ്മൾ എത്രയോ കേട്ടുകഴിഞ്ഞിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത്തരത്തിൽ മനുഷ്യന്റെ ധാർമ്മിക ജീവിതം വളരെയധികം അധപതിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഇതെവിടെ കൊണ്ട് അവസാനിക്കും? ഇങ്ങനെ പോയാൽ നമ്മുടെ ജീവിതം, മനുഷ്യ സമൂഹം എങ്ങനെയായി തീരുമെന്നുള്ള ആശങ്ക പല മനുഷ്യരിലും നിഴലിട്ടിരിക്കുകയാണ്. ഒരു കാലത്ത് മദ്യപിക്കുവാൻ വേണ്ടി മറ്റുള്ളവർ ആരും അറിയാതെ പാത്തും പതുങ്ങിപ്പോയി മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമുക്കറിയാം, മദ്യഷാപ്പുകളുടെ മുമ്പിൽ ക്യൂ നിന്ന് അത് വാങ്ങുന്നതിൽ അഭിമാനം കൊള്ളുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്, സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മദ്യത്തിന്റെ ബോട്ടിലിൽ തന്നെ ഒരു മുന്നറിയിപ്പുണ്ട്. ഇപ്രകാരം എഴുതിയിട്ടില്ലേ: മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. പുകവലിക്കുന്ന സിഗരറ്റിന്റെ അതിന്റെ കവറിൽ എഴുതിയിട്ടുണ്ട് അത് ആരോഗ്യത്തിന് ഹാനികരം. ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗങ്ങളിലേക്ക് അത് തള്ളിവിടുന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മനുഷ്യൻ പിന്നെയും അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പാൻപരാഗ് പോലെയുള്ള പൊടികൾ, മയക്കുമരുന്നിന്റെ പൊടികളൊക്കെ മഹാവിപത്തായ ക്യാൻസറിലേക്കൊക്കെ മനുഷ്യനെ തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നു.
എവിടെ നോക്കിയാലും എങ്ങനെ നോക്കിയാലും ഇത്തരത്തിലുള്ള ഉപയോഗങ്ങൾ മനുഷ്യ ജീവിതത്തിന് തന്നെ ഭീഷണിയായി നിലകൊള്ളുകയാണ്. അറിഞ്ഞുകൊണ്ട് തന്നെ അത് പിന്നെ തുടരുന്നതിന്റെ ഫലമായി എത്രയോ കുടുംബങ്ങളാണ് തകർന്നുകൊണ്ടിരിക്കുന്നത്. സ്വന്തം മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ച് ഉണ്ടാക്കേണ്ട പണം, അധ്വാനിച്ചുണ്ടാക്കുന്ന പണം ഭൂരിഭാഗവും മദ്യശാലകളിൽ ചെലവഴിച്ച് മനുഷ്യന്റെ ജീവിതം തകർന്നടിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നിയമപരമായും ആരോഗ്യപരമായും കുറ്റകരമായ ഈ വസ്തുത ആത്മീയപരമായി കുറ്റകരമാണ് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങളോട് വിളിച്ചു പറയട്ടെ. വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ പറയുന്നു, മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്ന. സ്നേഹിത, അല്പം നിരാശ മാറുവാൻ, അല്പസമാധാനത്തിന് വേണ്ടിയൊക്കെ ഒന്ന് സന്തോഷിക്കുവാൻ തുടങ്ങുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ വിപത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുവന്നെത്തിക്കുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങളോട് ഒരു ശുഭ സന്ദേശം പറയുവാനുണ്ട്. നിങ്ങൾക്കൊരു പൈസ പോലും മുടക്കാതെ നിങ്ങൾക്ക് സൗജന്യമായി യഥാർത്ഥമായി സന്തോഷവും സമാധാനവും പ്രാപിക്കുവാൻ കഴിയും. പ്രിയമുള്ളവരെ, ഇന്ന് ഒരു വല്ലാത്ത ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മാതാപിതാക്കളെ അനുസരിക്കാത്ത മക്കൾ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അത് അവരുടെ ലോകമായി തീരുകയാണ്. പിന്നെ കുടുംബത്തിലുള്ളവരുമായോ മറ്റു സ്നേഹിതന്മാരുമായോ നല്ലൊരു ബന്ധമില്ലാതെ മണിക്കൂറുകൾ തള്ളി നീക്കുന്നതിന്റെ ഫലമായി മഹാവിപത്തിലേക്ക് ചെന്ന് ചാടുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വാർത്ത വായിച്ച് ഓർത്തു നിന്നുണ്ടോ? മറ്റൊരു രാജ്യത്ത് നടന്നൊരു സംഭവമാണെങ്കിലും 14 വയസ്സുള്ള ഒരു മോൻ, അവന് സ്ഥിരമായി ഗെയിം കളിക്കുക പതിവായിരുന്നു. ഈ സംവിധാനത്തിലൂടെയുള്ള ഗെയിം കളിയിലൂടെ അവൻ അവസാനം ആത്മീയത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ടിടയായിരുന്നു. അനേക കുഞ്ഞുങ്ങൾ ഓൺലൈൻ ഗെയിം കളിക്കുന്ന വഴി എത്രയോ പണങ്ങളാണ് അവർ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, അവസാനം അവരുടെ വിലപ്പെട്ട ജീവൻ അത് അപഹരിക്കുവാനായിട്ടിടയായിത്തീർന്നു. സ്നേഹിത, മനുഷ്യനെ നശിപ്പിക്കുന്ന, കുടുംബത്തെ നശിപ്പിക്കുന്ന ഒരു മഹാകണിയാണ് മദ്യപാനം, മയക്കുമരുന്ന് പോലെയുള്ള ദുശീലങ്ങൾ എന്ന് പറയുന്നതിൽ. എനിക്ക് അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഈ അടുത്ത കാലങ്ങളിലായി എത്രയോ കൊലപാതകങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഉറ്റ സ്നേഹിതന്മാർ പോലും അല്ല, സ്വന്തം കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടവർ പോലും തമ്മിലടിച്ച് കൊലപാതകത്തിൽ കലാശിക്കുന്നതിന്റെ പിന്നിലെ കാരണം മദ്യപാനം, മയക്കുമരുന്ന് പോലെയുള്ള ദുരുപയോഗമാണ് എന്നുള്ള കാര്യം നമ്മൾ ആരും മറന്നു പോകരുത്. ഒരു രാഷ്ട്രീയ സംവിധാനങ്ങൾക്കോ മത സംവിധാനങ്ങൾക്കോ പ്രത്യയ ശാസ്ത്രങ്ങൾക്കോ നിയന്ത്രിക്കുവാൻ കഴിയാത്ത വിധത്തിൽ മനുഷ്യന്റെ ഇന്നും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരമുള്ള മദ്യത്തിൽ നിന്നുള്ള ഈ തരത്തിലുള്ള ദുരുപയോഗത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഒരേ ഒരു മാർഗം, അത് നിങ്ങളോട് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരു കാര്യം സൂചിപ്പിക്കട്ടെ, ഞാനിവിടെ പ്രസംഗിക്കുന്ന ഒരു മതപ്രഭാഷണമല്ല, ഒരു മതത്തിലേക്ക് ആരെ ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു സന്ദേശമല്ല. പ്രസ്തുത ലോകത്തിലുള്ള സകല മനുഷ്യരും അറിഞ്ഞിരിക്കേണ്ട, ലോകത്തിലുള്ള സകല മനുഷ്യനെ രക്ഷിക്കുന്ന, ലോകത്തിലുള്ള സകല മനുഷ്യരെ ജാതി മത വർഗവർണ്ണ വ്യത്യാസം കൂടാതെ ഒരുപോലെ സ്നേഹിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സന്ദേശമാണ് ഞാൻ നിങ്ങളോട് പ്രഘോഷിക്കുന്നത്. ഇന്ന് ഞാൻ ഇവിടെ ഇന്ന് ഈ സന്ദേശം പ്രഘോഷിക്കുമ്പോൾ ലോകത്തിന്റെ ഓരോ മുക്കിനും മൂലയിലും 24 മണിക്കൂർ വിശ്രമം കൂടാതെ എന്നെ പോലെ മറ്റു പലരും ഈ സന്ദേശങ്ങൾ പ്രഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനത്തെ രൂപാന്തരത്തിലേക്ക് നയിക്കുന്ന, സമാധാനത്തിലേക്ക് നയിക്കുന്ന, സന്തോഷത്തിലേക്ക് നയിക്കുന്ന ആ സന്ദേശം അത്രേ സുവിശേഷം എന്ന് പറയുന്നത്. സുവിശേഷം എന്നത് ആർക്കും മാറ്റുവാൻ കഴിയാത്ത, ആർക്കും നൽകുവാൻ കഴിയാത്ത,
ഞാൻ പറഞ്ഞതുപോലെ ഈ സുവിശേഷം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ കുറിച്ചുള്ള സന്ദേശമാണ്. അത് മറ്റാരുമല്ല, ലോകരക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സന്ദേശം അത്രേ. യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട്. കാരണം ഒരു കാലത്ത് ജീവിതത്തിൽ സമാധാനമോ സന്തോഷമോ ഇല്ലാതെ നടക്കുന്ന ഒരു സാഹചര്യം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങളുടെ ജീവിതത്തെ രക്ഷിക്കുവാൻ ഈ സുവിശേഷത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ ദൈവിക വചനം ഞങ്ങൾ മനസ്സിലാക്കിയില്ലായിരുന്നെങ്കിൽ, ഞങ്ങൾക്ക് അറിയുവാൻ കഴിയുന്നില്ലായിരുന്നെങ്കിൽ, ഒരുപക്ഷെ ഈ ലോകത്തിൽ, ഈ ഭൂമുഖത്തിൽ നിന്ന് ഞങ്ങൾ ജീവിച്ചിരിക്കുകയില്ലായിരുന്നു. എത്രയോ മദ്യപാനികളായ ആളുകൾ ഈ സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ട് യേശുവിന്റെ അടുക്കൽ വന്നിട്ടുണ്ട്. അവരുടെ ജീവിതത്തിന് മാറ്റമുണ്ടായിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ സമാധാനമുണ്ടായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഈ സുവിശേഷം ജനത്തിന് രൂപാന്തരം വരുത്തുന്നതാണ്. ഏതു തരത്തിലുള്ള രൂപാന്തരമാണ്? സമാധാനമില്ലാത്തവർക്ക് സമാധാനം പ്രാപിക്കുവാൻ കഴിയുന്നു. ജീവിതത്തിൽ പാപഭാരവുമായി പേര് നടക്കുന്നവർ പാപത്തിന്റെ യഥാർത്ഥ മോചനം നൽകുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന് കഴിയുന്നത് കൊണ്ട് ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത സമാധാനം, സന്തോഷം പ്രാപിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. സ്നേഹിതരെ, കർത്താവായ യേശു ക്രിസ്തു ഒരു മതത്തിന്റെ നേതാവല്ല. യേശു ക്രിസ്തു ലോകരക്ഷകനാണ്. ലോകത്തിലുള്ള സകല മനുഷ്യന്റെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ. പ്രിയമുള്ളവരെ, നമ്മിൽ കുടികൊള്ളുന്ന പാപം നമ്മെ നശിപ്പിക്കുന്നു. ആ പാപം കുടികൊള്ളുന്നത് കൊണ്ട് മനുഷ്യൻ മദ്യപാനത്തിലും മയക്കുമരുന്നിന്റെ ഉപയോഗത്തിലേക്കും പോകുന്നു. അതിന്റെ ഫലമായിട്ട് മനുഷ്യന്റെ ജീവിതം അസ്വസ്ഥമായി തീരുന്നു, നശിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ കർത്താവായ യേശു ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതം മാറ്റമുണ്ടാകുന്നു. കാരണം യേശുവിൽ വിശ്വസിക്കുമ്പോൾ സകല പാപത്തിന് മോചനം നൽകുവാനായിട്ട് ഇടയായിത്തീർന്നു. പാപത്തിന് മോചനം മാത്രമല്ല, ശാപത്തിന് മോചനം കർത്താവായ യേശു ക്രിസ്തു നൽകുന്നു. വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ പറയുന്നു, മറ്റൊരുത്തരും രക്ഷയില്ല. ഞാൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് വേണ്ടി ഒരേ ഒരു മാർഗം, അത് കർത്താവായ യേശു ക്രിസ്തു അത്രേ. കർത്താവായ യേശു വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. സ്നേഹിത, മദ്യപാന പ്രശ്നത്തിന് പരിഹാരമല്ല, മയക്കുമരുന്നിന്റെ ഉപയോഗം പ്രശ്നത്തിന് പരിഹാരമല്ല. ഇതൊക്കെ നമ്മെ തകർക്കുന്നതാണ്. മാരകമായ രോഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ ക്ഷണിച്ചു വരുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥമില്ലാതാക്കിയാണ്. ജീവിതത്തിൽ ശൂന്യത തളം കെട്ടി നിൽക്കുകയാണ്. നിരാശയിലേക്ക് തള്ളിവിടുമ്പോൾ പലപ്പോഴും ആളുകൾ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്നു. വിശുദ്ധ ബൈബിളിൽ പറയുന്നു, ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയിട്ടും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്താണ് പ്രയോജനം? അല്ല, മനുഷ്യൻ തന്റെ ആത്മാവിനെ വീണ്ടെടുപ്പാൻ എന്ത് മറുവില കൊടുക്കും? സ്നേഹിത, ആത്മഹത്യ പ്രശ്നത്തിന് പരിഹാരമല്ല, മദ്യപാന പ്രശ്നത്തിന് പരിഹാരമല്ല, മയക്കുമരുന്നും അതുപോലെയുള്ള മറ്റു മാർഗങ്ങളും പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ല. താങ്കളുടെ എല്ലാ പ്രശ്നങ്ങൾക്ക് പരിഹാരം, താങ്കളുടെ ജീവിതത്തിലെ പാപത്തിന് പരിഹാരം നൽകുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന് കഴിയും. യേശുവിനെ സ്വീകരിപ്പാൻ ഒരു പൈസയുടെ ആവശ്യമില്ല, ഒരു തീർത്ഥാടനങ്ങളോ പുണ്യകർമ്മങ്ങളോ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ എവിടെയായിരുന്നാലും അതേ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് കർത്താവായ യേശുവേ, എനിക്ക് അങ്ങേ ആവശ്യമാണ്, എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ, എന്റെ പാപങ്ങളെ ക്ഷമിക്കണമേ എന്ന് ആത്മാർത്ഥമായി ആര് പ്രാർത്ഥിക്കുന്നു, നിശ്ചയമായും അവരുടെ ജീവിതത്തിൽ യേശു ക്രിസ്തു കടന്നു വരുവാനായിട്ടിടയായിത്തീരും. യേശു കടന്നു വന്നാൽ നിശ്ചയമായി നിങ്ങളുടെ പാപത്തിന് പരിഹാരമുണ്ട്. സ്നേഹിത, എത്രയോ കാലമായി നിങ്ങളുടെ ജീവിതം നരകതുല്യമായ ഒരു അനുഭവത്തിലൂടെ ആയിരിക്കാം, നിരാശയിലെ ഒരു അനുഭവത്തിലൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത്. നിങ്ങളെ മനസ്സിലാക്കുവാൻ, നിങ്ങളുടെ പ്രശ്നത്തെ മനസ്സിലാക്കുവാൻ, അതിന് പരിഹാരം നൽകുവാൻ ലോകത്തിൽ ആർക്കും കഴിഞ്ഞെന്ന് വരത്തില്ല. എന്നാൽ ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് യഹൂദിലെ ബേത്ലഹേമിൽ സ്വർഗത്തിലെ സകല മഹിമകളും വിട്ട് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവായ യേശു ക്രിസ്തു കഴിയും. യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് 33 തിരുവയസ്സ് വരെ ജീവിച്ചിരുന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും താൻ ദൈവപുത്രൻ എന്ന് തെളിയിച്ച് മരിച്ചവർക്ക് ജീവൻ നൽകി, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകി, വിശന്നവർക്ക് ആഹാരം നൽകി, സകല രോഗങ്ങളെ സൗഖ്യമാക്കി. അവിടുന്ന് 33 തിരുവയസ്സ് വരെ ഈ ലോകത്തിൽ ജീവിച്ചിരുന്നു. എന്നാൽ യേശു ഇവിടെ കടന്നു വന്നത് ഒരു മതം സ്ഥാപിക്കുവാൻ വേണ്ടിയല്ല. യേശു ഇവിടെ കടന്നു വന്നത് ലോകത്തിലുള്ള സകല മനുഷ്യന്റെയും ഈ ശബ്ദപരിധിയിലെ
എന്നെ കേൾക്കുന്ന സ്നേഹിത, താങ്കളുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ യേശു ലോകത്തിലേക്ക് കടന്നു വന്നു. ലോകത്തിൽ അനേക മഹാന്മാർ ഉദയം ചെയ്തിട്ടുണ്ട്, അനേക മഹാന്മാർ മരിച്ചുപോയിട്ടുണ്ട്. എന്നാൽ അവരുടെ കല്ലറകളൊക്കെ ഇന്ന് മടങ്ങി നടക്കുമ്പോൾ യഹൂദയിലെ ബേത്ലഹേമിൽ പാലസ്തീനിൽ ഒരു കല്ലറ ഇന്ന് തുറന്നു കിടക്കുന്നു. അവിടെ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്, അവിടുന്ന് ഇവിടെയില്ല, അവിടുന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ലോക ചരിത്രത്തിൽ മരണത്തെ അതിജീവിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവ് യേശു ക്രിസ്തു അത്രേ. യേശു ജീവിക്കുന്ന ദൈവം അത്രേ. നിങ്ങളുടെ ഹൃദയത്തിന്റെ ഭാരങ്ങൾ മനസ്സിലാക്കുവാൻ, നിങ്ങളുടെ വേദന മനസ്സിലാക്കുവാൻ, നിങ്ങളുടെ പാപത്തിന് പരിഹാരം നൽകുവാൻ, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുവാൻ ഈ കർത്താവ് യേശു ക്രിസ്തുവിന് കഴിയുമെന്നുള്ള കാര്യം സന്തോഷത്തോടെ ഞാൻ നിങ്ങളോട് വിളിച്ചറിയിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ അടുക്കൽ കടന്നു വരിക. മനുഷ്യ ജീവിതം താൽക്കാലികമാണ്. നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ആർക്കും അറിയാൻ കഴിയില്ല. ഈ ലോകത്തിൽ എന്തൊക്കെ വാരിക്കൂട്ടിയാലും എന്തൊക്കെ നമ്മൾ സമ്പാദിച്ചാലും ഇതൊക്കെ ഒരു ദിവസം വിട്ടു പോകേണ്ട ഒരു സമയമുണ്ട്. എന്നാൽ മരണം കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല. മരണത്തിനപ്പുറമായ ഒരു നിത്യജീവനുണ്ട്. ആ നിത്യജീവൻ പ്രാപിക്കുവാൻ ഒരേ ഒരു മാർഗം കർത്താവായ യേശു ക്രിസ്തു അത്രേ. യേശു പറഞ്ഞു, എന്റെ അടുക്കൽ വരുന്നവരെ ഞാൻ ഒരു നാളും തള്ളിക്കളയത്തില്ല. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാൻ നിങ്ങളെ ഞങ്ങൾ ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ സന്ദേശത്തിൽ വിരമിക്കുന്നു. ദയവായി കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.